നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ഗർജനം നിലച്ചു. മൃഗശാലയുടെ രാജകുമാരി ഇനി ഓർമ്മ. സീതയ്ക്ക് വിടചൊല്ലി തലസ്ഥാനം. തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ വിസ്മയക്കാഴ്ചകളിലെ ഗാംഭീര്യമുള്ള ആ സാന്നിധ്യം ഇനി ഓർമ്മകളുടെ താളുകളിൽ. തിരുവനന്തപുരം മൃഗശാലയിലെ സന്ദർശകരുടെ കൺമണിയായിരുന്ന സീത എന്ന പെൺകടുവ വിടവാങ്ങി. ഇന്ന് പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 ഓടെയാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന് സീതയുടെ അന്ത്യം സംഭവിച്ചത്. സ്നേഹത്തിന്റെ 11 വർഷങ്ങൾ 2015-ൽ മൃഗശാലയുടെ പച്ചപ്പിലേക്ക് എത്തിയപ്പോൾ മുതൽ സീത ഇവിടുത്തെ താരം തന്നെയായിരുന്നു. കഴിഞ്ഞ 11 വർഷമായി ഈ മൃഗശാലയിലെ ഓരോ മരച്ചുവടിനും കടുവക്കൂട്ടിലെ ഓരോ കല്ലിനും സീതയുടെ കാൽപ്പാടുകൾ പരിചിതമായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും അവൾ ഒരു വന്യമൃഗത്തെക്കാളേറെ പ്രിയപ്പെട്ട ഒരാളായി മാറിയിരുന്നു. ഗാംഭീര്യത്തോടെയുള്ള അവളുടെ ഓരോ ചലനവും ക്യാമറകളിൽ പകർത്താൻ സന്ദർശകർ തിരക്കുകൂട്ടിയിരുന്ന കാലം ഇനി ഒരു നൊമ്പരമായി മാറും. പിരിയുന്ന പ്രിയ തോഴി. മൃഗശാല ജീവനക്കാർക്ക് സീത വെറുമൊരു മൃഗമായിരുന്നില്ല. 12ഓളം കീപ്പർമാരുടെ സ്നേഹശാസനകൾ കേട്ടു വളർന്നവളായിരുന്നു അവൾ. കഴിഞ്ഞ 3 ദിവസമായി അസുഖബാധിതയായി സീത തീറ്റയെടുക്കാതെ അവശയായി കിടന്നപ്പോൾ കണ്ണ് നനയാതെ അവളെ നോക്കി നിൽക്കാൻ അവർക്കായില്ല. പേര് ചൊല്ലി വിളിച്ചാൽ മറുപടിയായി ഒന്ന് മുരടനക്കുമായിരുന്നു. ഭക്ഷണം നൽകുമ്പോൾ അവൾ കാണിച്ചിരുന്ന ആ പ്രത്യേക അടുപ്പം ഇനിയില്ലല്ലോ എന്ന് കീപ്പർ രാഘവൻ വിതുമ്പലോടെ ഓർക്കുന്നു. സീതയുടെ മരണം മൃഗശാലയിലെ ഓരോ ജീവനക്കാരനെയും തളർത്തിയിട്ടുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയവർക്ക് ഒഴിഞ്ഞുകിടക്കുന്ന കൂട് ഒരു നൊമ്പരക്കാഴ്ചയായി മാറി. നാട്ടുകാരുടെ ഇടയിലും സീത ഒരു കുടുംബാംഗത്തെപ്പോലെയായിരുന്നു. മൃഗശാല കവാടത്തിന് മുന്നിൽ രാവിലെ തൊട്ടുതന്നെ സീതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുമായി നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1:30. സീതയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് മൃഗശാല വളപ്പിൽ നടക്കും. വനം വകുപ്പിലെയും മൃഗശാലയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ജീവനക്കാരും നാട്ടുകാരും പ്രിയപ്പെട്ട കടുവയ്ക്ക് അവസാനമായി ആദരമർപ്പിക്കാൻ എത്തും. അവസാന ഗർജനവും നിലച്ച് തന്റെ കൂടാരത്തിൽ ശാന്തയായി മയങ്ങുന്ന സീതയ്ക്ക് കണ്ണീരോടെ വിടചൊല്ലുകയാണ് ഒരു നഗരം മുഴുവൻ. ഇനി ആ കൂടിനു മുന്നിൽ കുട്ടികൾ സീതേ എന്ന് വിളിച്ചു കൂവുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ഗാംഭീര്യമുള്ള ആ പെൺകടുവ ഉണ്ടാവില്ല. തിരുവനന്തപുരം ജില്ലയിൽ ആദരമർപ്പിച്ച മൃഗശാല. 2 ദിവസം സന്ദർശകർക്ക് നിയന്ത്രണം. തിരുവനന്തപുരം പ്രിയപ്പെട്ട സീതയുടെ വിയോഗത്തിൽ ആദരമർപ്പിച്ച് തിരുവനന്തപുരം മൃഗശാലയിൽ 2 ദിവസത്തെ ദുഃഖാചരണം. നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ മൃഗശാല ഭാഗികമായി അടച്ചിടും. സന്ദർശകർക്ക് ഈ ദിവസങ്ങളിൽ കടുവക്കൂടിന് പരിസരത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. മൃഗശാല കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ജീവനക്കാരും അധികൃതരും നാളെ പ്രത്യേക അനുശോചന യോഗം ചേരും. സീത കഴിഞ്ഞിരുന്ന കൂടിനു മുന്നിൽ അവളുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ മൃഗശാല സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.